എന്നോടല്ലേ പറയാം എനിക്ക് ഷുഗർ ഒന്നും ഇല്ല. അത് രാവിലെ ഭക്ഷണം കഴിച്ചതിൻ്റെയാ ഈ ഷുഗർ കൂടിയിട്ട് ഇരിക്കുന്നത്. അത് ഡോക്ടറോട് ഞാൻ പറഞ്ഞേ. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്ത? ഞാൻ അതിനിവിടെ എന്തുവാ കഴിക്കുന്നത്? മധുരം ഇട്ടിട്ടൊന്നും കഴിക്കുന്നില്ല. അത് രാവിലെ ഇത്തിരി ചായക്കകത്ത് ഇത്തിരി മധുരം ഇട്ടുപോയി, അത് അറിയാണ്ട്. ഇടയ്ക്ക് ഇത്തിരി മധുരം കഴിച്ചാൽ എന്നാ? എൻ്റെ പൊന്നു കുട്ടിയമ്മേ, ഞാനൊരു ഇത്തിരി പോലും മധുരം കഴിച്ചിട്ടില്ലടി സത്യമായിട്ടും. രാവിലെ ഇത്തിരി പാലുണ്ടാക്കി ഇത്തിരി ഒരു 1/2 ടേബിൾ സ്പൂൺ ഇത്തിരി മധുരം ഇട്ടതിനാണ് ഇത്തിരി ഷുഗർ കൂടിയെന്നൊക്കെ ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ വരെയൊക്കെ നോക്കാത്തതിൻ്റെ കണ്ടാന്നേ. അത് ആ ഷുഗർ നോക്കുന്നത് മെഷീൻ എന്താ കേടാന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് എനിക്കത്ര ഷുഗർ വരണ്ടല്ലോ. വല്ല കഞ്ഞിയും കപ്പയും ഞാൻ കുടിക്കാറുള്ളൂ. ആകെ ഒരു നേരം ഞാൻ കഴിക്കുന്നുള്ളൂ. അതിലെങ്ങനെ ഈ ഷുഗർ കൂടുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തെ. ഇതൊക്കെ കേട്ടിട്ടേ മക്കളെന്നെ വഴക്കല്ലേ. തമ്പുരാനെ, ഞാൻ ഇനി എന്നാ കാണിക്കാനാ? എന്നാ കാണിച്ചാലും ഷുഗറാ. ഇപ്പൊ തിന്നിട്ട് ഷുഗർ, തിന്നാണ്ട് ഷുഗർ. ഇതിനൊക്കെ ബെറ്റർ തിന്നിട്ട് ഷുഗർ വരുന്നതല്ലേ നല്ലത്. ഇപ്പൊ എത്ര മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അത് മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? മക്കൾക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയാൻ അവർ കേൾക്കുവോ? എനിക്ക് എന്നോടാവുന്നില്ല. ഇതിപ്പോ ഇത് തിന്നാണ്ട് ഷുഗർ ആയില്ല. ഇനിയിപ്പോ തിന്നിട്ട് ഷുഗർ വരുന്നതായിരിക്കും നല്ലത്. മനുഷ്യൻ ലഡുവും ജിലേബിയൊക്കെ കഴിച്ചിട്ട് മാസങ്ങളായി, എന്നിട്ടാണ് ഷുഗർ പോയി. ഷുഗർ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇത്ര ഷുഗർ ഇല്ല. ഒരു ഷുഗർ നോക്കുന്ന മിഷീന്റെ മിസ്റ്റേക്ക് കണ്ട. എനിക്കിത്ര ഷുഗർ ഇല്ല. എനിക്ക് പറ്റത്തില്ല. ഞാൻ ഷുഗറൊന്നും കൂട്ടുന്നില്ല. പിന്നെ എങ്ങനെ എനിക്ക് ഷുഗർ വരാനാ? എനിക്കങ്ങനെ ഷുഗർ വരും. എന്തൊക്കെ കുറ്റം ഞാൻ പറഞ്ഞ മാത്രമാണല്ലോ ഇപ്പം എല്ലാവർക്കും കുറ്റമായിട്ട് ഇവിടെ ഉള്ളത്. എനിക്ക് വയ്യ, എനിക്ക് മടുത്തു, എനിക്ക് തലവേദന എടുക്കുന്നു. ഒന്ന് പോയി തരാവോ? അയ്യോ, എൻ്റെ കൺവീനിയൻ്റ് ആയിരുന്നു. വന്നേക്കണ്ടപ്പോ